പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ ഡയമെൻഷൻസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ നിധിൻ ജോസ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റിൻ്റെ കോട്ടയം ജില്ലയിലെ ഒരു മാസ്റ്റർ ട്രെയിനറാണ് ഞാൻ. കോട്ടയം ജില്ലയിലെ കുഴിമാവ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒരു ഫിസിക്കൽ സയൻസ് അധ്യാപകൻ കൂടിയാണ്. സമഗ്ര ഇ റിസോഴ്സ് പോർട്ടലിലേക്ക് തയ്യാറാക്കിയ ഒരു 3D ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന AC ജനറേറ്റർ എന്ന പാഠഭാഗത്തിലെ AC ജനറേറ്ററിൻ്റെ പ്രവർത്തനം വിശദീകരിക്കാൻ സഹായകരമായ ഒരു 3D ഇൻ്ററാക്റ്റീവ് സിമുലേഷനാണ് ഈ റിസോഴ്സ്. ഈ റിസോഴ്സിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് ഉപയോഗിച്ച് നോക്കുക. അതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാകാം, അതിൽ തെറ്റുകളുണ്ടാകാം. അപ്പോൾ ആ തെറ്റുകളെല്ലാം പരിഹരിക്കാനും പരിഹരിച്ചതിന് ശേഷം അത് സമഗ്ര പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യാനുമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ ഇതുപോലുള്ള പുതിയ ഐഡിയകളും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻ്റായിട്ട് നൽകാവുന്നതാണ്. നമുക്ക് ഈ റിസോഴ്സ് എന്താണെന്ന് കണ്ടു നോക്കാം. AC ജനറേറ്ററിൻ്റെ ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ 3 ഫോർമാറ്റുകളിൽ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഒന്ന് ലിനക്സ് ബൈനറി ഫോർമാറ്റാണ്. ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള മെഷീനുകളിൽ, അതായത് ഉബുണ്ടു, ഡെബിയൻ തുടങ്ങിയ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള മെഷീനുകളിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള ലിനക്സ് ബൈനറി ഫയൽ, അതോടൊപ്പം തന്നെ വിൻഡോസ് മെഷീനുകളിൽ ഉപയോഗിക്കാൻ ആവശ്യമായ EXE ഫോർമാറ്റിലുള്ള ബൈനറി ഫയൽ, അതുപോലെ തന്നെ ബ്രൗസറുകളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന HTML ഫോർമാറ്റിലുള്ള ഔട്ട്പുട്ട് ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവയുടെ ഡൗൺലോഡ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അനുയോജ്യമായ ഫയൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ സിസ്റ്റം ഉബുണ്ടു ബേസ്ഡ് ആയിട്ടുള്ള ലിനക്സ് മെഷീനാണ്. അതിനാൽ ഞാനിവിടെ ലിനക്സ് ബൈനറിയാണ് ഉപയോഗിക്കുന്നത്. ഈ ലിനക്സ് ബൈനറി ഉപയോഗിക്കുമ്പോൾ ഈ ഫയലിൽ ആദ്യമായിട്ടൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് പെർമിഷൻസ് ടാബിൽ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് അലോ എക്സിക്യൂട്ടിംഗ് ഫയൽ ആസ് പ്രോഗ്രാം എന്ന ഈ ടിക്ക് കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഈ ബൈനറി ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാം. നമുക്കതിനെ ഫുൾ സ്ക്രീൻ ആക്കാം. ഇതാണ് AC ജനറേറ്ററിൻ്റെ ഇൻ്ററാക്റ്റീവ് സിമുലേഷൻ. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള നാവിഗേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ആദ്യം ശ്രദ്ധിക്കാം. നിങ്ങളുടെ മൗസ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ സിമുലേഷനിലെ ഒബ്ജക്റ്റുകളെ നമുക്കിതുപോലെ ഏതൊരു ആംഗിളിൽ നിന്നും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മൗസിൻ്റെ മൗസ് വീൽ ഉപയോഗിച്ച് മൗസ് വീലിനെ മുൻപോട്ട് ചലിപ്പിച്ച് നമുക്ക് സൂം ഇൻ ചെയ്യാനും പുറകോട്ട് ചലിപ്പിച്ച് സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വ്യൂ ഇതുപോലെ പാൻ ചെയ്യാൻ, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ പാൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഇൻ്ററാക്റ്റീവ് സിമുലേഷനിലുള്ള പല ഒബ്ജക്റ്റുകളുണ്ട്. ഇവിടെ ഗാൽവനോമീറ്റർ ഉണ്ട്, സ്ലിപ്പ് റിങ്ങുകളുണ്ട്, ബ്രഷുണ്ട്, വയറുണ്ട്, അങ്ങനെയുള്ള ഓരോ ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്ക്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സ്ക്രീനിൻ്റെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോഴുള്ള റൊട്ടേഷൻ്റെ സെൻറ്ററാക്കി മാറ്റണമെങ്കിൽ ആ ഒബ്ജക്റ്റിൽ, ഉദാഹരണത്തിന് ഇവിടെ ഗാൽവനോമീറ്ററിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഗാൽവനോമീറ്റർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് നമ്മുടെ സീനിൻ്റെ സെൻറ്ററായിട്ട് മാറും. ഇനി ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഗാൽവനോമീറ്റർ ആയിരിക്കും ഈ സീനിൻ്റെ റൊട്ടേഷൻ സെൻറ്ററായിട്ട് ആക്ട് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഓരോ ഒബ്ജക്റ്റുകളെ, ഇപ്പോൾ ഞാൻ ഈ റിങ്ങിനെയാണ് ക്ലിക്ക് ചെയ്യുമെങ്കിൽ റിങ് സെൻറ്ററിലേക്ക് വരികയും റിങ്ങിനെ നമുക്കിതുപോലെ സൂം ചെയ്ത് അതിൻ്റെ പ്രത്യേകതകളെല്ലാം കുട്ടികളെ കാണിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും.
ബ്രഷിനെ ഇതുപോലെ നമുക്ക് സെൻറ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ബ്രഷും സ്ലിപ്പ് റിങ്ങും ഒക്കെ എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഏതൊരു കോണിൽ നിന്നുകൊണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ AC ജനറേറ്ററിൻ്റെ ഇൻ്ററാക്റ്റീവ് സിമുലേഷനിൽ നമുക്കറിയാം AC ജനറേറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ഒരു ജലചക്രമാണ്. ജലചക്രത്തിനുള്ള വാട്ടർ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ജലചക്രം കറങ്ങുന്നു. അതോടൊപ്പം ഈ കോയിലും കൂടെ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആ മൂവ്മെൻറ്റിനനുസരിച്ച് ഉണ്ടാകുന്ന ഈ പ്രേരിതമാകുന്ന EMF ഈ വയറിലൂടെ പാസ് ചെയ്ത് അതിൻ്റെ ഗാൽവനോമീറ്ററിൽ എത്തുന്നു. അപ്പോൾ ഗാൽവനോമീറ്ററിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അത് ഏത് പൊസിഷനിലെത്തുമ്പോൾ വൈദ്യുതിയുടെ അളവ് കൂടുന്നു, ഏത് പൊസിഷനിലെത്തുമ്പോൾ വൈദ്യുതിയുടെ അളവ് 0 ആകുന്നു, ഏതേത് പൊസിഷനിൽ അത് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഒക്കെ പോകുന്നു എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ 2 ആമുകളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒന്നിന് പച്ച നിറവും ഒന്നിന് ചുവപ്പ് നിറവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടെ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ വൈദ്യുത പ്രവാഹത്തിനെ നമ്മളൊരു സിഗ്നൽ രൂപത്തിൽ ഇവിടെ ഒരു പ്രൊജക്ടർ സ്ക്രീനിൽ കാണത്തക്ക രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റ് കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഷോ കൺട്രോൾസ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾസ് ഇവിടെ ദൃശ്യമാകും. അതിൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഇവിടെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന ഈ സ്വിച്ച് ഓണാക്കിയാൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന കോയിലിനെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓസിലോസ്കോപ്പ് ഇവിടെ നേരത്തെ നമ്മൾ ഇവിടെ സിഗ്നൽ കാണുന്നുണ്ട്. അത് വേറെ വ്യൂവിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും പോകും. അതുകൊണ്ട് ഓസിലോസ്കോപ്പിനെ നമ്മൾ UI ലെവലിലും അല്ലെങ്കിൽ UIയുടെ ആ ഒരു 2D ലെവലിലും കൂടെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്താലും ആ ഗ്രാഫ് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഗ്രാഫിൽ ശ്രദ്ധിച്ചാൽ ഒരു നീല നിറത്തിലുള്ള ഒരു ഡോട്ട് കാണാം. അതാണ് റിയൽ ടൈം ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ ലെവല്. അവിടെ നിന്നും അത് ട്രേസ് ചെയ്തിട്ട് ആണ് ഈ സിഗ്നൽ പോകുന്നത്. അതായത് ഇവിടെ നിന്നൊരു പേപ്പർ റോള് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടത്തോട്ട് സഞ്ചരിച്ച് പോവുകയാണെന്ന് വിചാരിക്കുക. ഇതൊരു പെന്നിൻ്റെ ടിപ്പാണെന്ന് വിചാരിക്കുക. പെന്നിൻ്റെ ടിപ്പ് EMFന് കറസ്പോണ്ടിങ് ആയിട്ട് അത് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന EMF നമ്മളൊരു ഗ്രാഫ് പേപ്പറിലൂടെ ഒരു പേപ്പർ റോൾ ഇങ്ങനെ കടത്തി വിടുകയാണെങ്കിൽ അതിൽ പ്ലോട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഏത് പൊസിഷനിലും ഇതിനെ പോസ് ചെയ്യാൻ സാധിക്കും. പോസ് ചെയ്താലും നമുക്കിതിൻ്റെ വ്യൂ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ആർമേച്ചർ സ്പീഡ് കൂട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ഇവിടെ കാണുന്ന ജലചക്രത്തിൻ്റെ കറക്കം വർദ്ധിപ്പിക്കണം. ജലചക്രത്തിൻ്റെ കറക്കം വർദ്ധിപ്പിക്കണമെങ്കിൽ ടാപ്പിലൂടെ കൂടുതൽ വേഗതയിൽ വെള്ളം ഒഴുകണം. അപ്പം നമുക്ക് ഇത് സ്ലൈഡർ മുമ്പോട്ട് ചലിപ്പിച്ച് വേഗത കൂട്ടാനും പിൻപോട്ട് ചലിപ്പിച്ച് വേഗത കുറയ്ക്കാനും കഴിയും. അപ്പോൾ വേഗത കൂടുകയും കുറയുകയും ചെയ്യുന്നത് നമുക്കിവിടെ ദൃശ്യമാകും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഗ്രാഫിലും നമുക്ക് ആ ചേഞ്ചസ്, അതുപോലെ ഈ ഗാൽവനോമീറ്ററിലും ആ ചേഞ്ചസ് നമുക്ക് ദൃശ്യമാകും. ആർമേച്ചർ സ്പീഡ് കൂട്ടുമ്പോൾ 2 കാര്യങ്ങൾ നമുക്കിവിടെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, AC-യുടെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡിലും വ്യത്യാസം വന്നിട്ടുണ്ട്. സ്പീഡ് കൂടുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കോയിൽ അത് വർദ്ധിക്കും. അതിനാൽ തന്നെ
ഇവിടെ നമുക്ക് അതിൻ്റെ EMFിൽ ഉണ്ടാകുന്ന മാറ്റവും ഇവിടെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഒഴുക്കിൻ്റെ ദിശയും അതിൻ്റെ പ്രോപ്പർട്ടീസും നമുക്കിവിടെ കറണ്ട് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഈ ബട്ടൺ ഓണാക്കിയാൽ ദൃശ്യമാകും. ഇപ്പം നമുക്കിവിടെ കാണാം കറണ്ടിൻ്റെ ഒഴുക്ക്, കറണ്ടിൻ്റെ വേഗത കൂടുന്നതും അത് കുറഞ്ഞ് 0 ആകുന്നതും പിന്നീട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവിടെ ചാർജുകൾ ഈ പറയുന്ന സ്ലിപ്പ് റിങ്ങും ബ്രഷും സംവിധാനം ഉപയോഗിച്ച് കളക്ട് ചെയ്യപ്പെടുന്നതും അത് സർക്യൂട്ട് പൂർത്തിയാകുന്നതുമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതൊരു പൊസിഷനിലും നമുക്കിതിനെ കൊണ്ടുവച്ച് പോസ് ചെയ്ത് ഇവിടുത്തെ ഗാൽവനോമീറ്ററിലെ കറണ്ട്, അതുപോലെ ഗ്രാഫ്, അതുപോലെ ഇതിൻ്റെ പൊസിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് കുട്ടികളുടെ മുമ്പിൽ വിഷ്വലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. നമ്മൾ ചിത്രങ്ങൾ വരച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ആശയം കൺവേ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഫർമേഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എബൌട്ട് പേജ് ദൃശ്യമാകും. അതുപോലെ തന്നെ എബൌട്ട് ലൈസൻസ്, ഇതിൻ്റെ ലൈസൻസിങ് ഏത് രൂപത്തിലാണ്, നിങ്ങൾക്ക് ഏത് രൂപത്തിൽ ഇതിനെ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം. ഏത് നോൺ കൊമേഴ്ഷ്യൽ പർപ്പസിനും നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ഒരു ലൈസൻസാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ബേസിക് ഓപ്പറേഷൻസും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഹെൽപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ AC ജനറേറ്ററിൻ്റെ 3D ഇൻറ്ററാക്റ്റീവ് സിമുലേഷൻ. AC ജനറേറ്ററിൻ്റെ പ്രവർത്തനം വിശദീകരിക്കാൻ സഹായിക്കുന്ന ഈ ഇൻറ്ററാക്റ്റീവ് 3D സിമുലേഷൻ നിങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അതുപോലെ ഈ സിമുലേഷനിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രശ്നങ്ങളുമെല്ലാം ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സുകളിൽ കുറിക്കുമെന്ന് കരുതുന്നു. ആ കമൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്കുകൾക്ക് അനുസരിച്ച് വേണം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ. DC ജനറേറ്ററിൻ്റെ സിമുലേഷനും ഏറെക്കുറെ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ AC ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും നിർദ്ദേശങ്ങളായിട്ട് ലഭ്യമാക്കിയതിന് ശേഷം അതുകൂടെ ഉൾക്കൊണ്ടിട്ട് വേണം DC ജനറേറ്ററിൻ്റെ സിമുലേഷൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സുകാർക്കും ഒക്കെ വേണ്ട ധാരാളം ഇൻറ്ററാക്റ്റീവ് ഡിജിറ്റൽ റിസോഴ്സുകൾ ഈ പണിപ്പുരയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കുക. നന്ദി, നമസ്കാരം.